കഥ തുടങ്ങുന്നത് ഈ ഒരു പെണ്ണിനെ കാണിച്ചുകൊണ്ടാണ്. ഇത് ജൂലി. ഇന്ന് ഇവളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. കൂടാതെ ഇന്ന് തന്നെയാണ് ഇവളുടെ ബർത്ത്ഡേയും. ഒരുപാട് ആളുകൾ അവൾക്ക് ഫോണിൽ വിഷ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവളുടെ ഹസ്സിന് വിഷ് ചെയ്യാൻ വേണ്ടി ഫോണിൽ വിളിക്കുകയാണ്. എന്നാൽ ഇയാൾ ഇവിടെ മറ്റൊരു പെണ്ണുമായി നല്ല സല്ലപിക്കുകയാണ്. അങ്ങനെ അയാൾ ഫോൺ എടുത്തതും ജൂലി ഇവിടുന്ന് ഹേ മിസ്റ്റർ ഹസ്ബൻഡ് ഇന്നെന്താ പ്ലാൻ എന്ന് ചോദിക്കും. മറുവശത്ത് നിന്ന് ഈ പെണ്ണിന്റെ ശബ്ദം ജൂലി കേൾക്കുകയുണ്ടായി. ഇത് കേട്ട് ഇവളാകെ ഷോക്കാകും. ഉടനെ അവൻ അവളോട് എന്ത് പ്ലാൻ എന്നത്തെയും പോലെ തന്നെ എന്നും പറഞ്ഞ് ലിയാങ് ഫോൺ കട്ട് ചെയ്തു. ഇതാണല്ലേ നീ എനിക്ക് തന്ന ആനിവേഴ്സറി ഗിഫ്റ്റ് എന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെട്ട് നടക്കവേ അവിടെ അവളുടെ കുഞ്ഞ് അവന്റേതായ രീതിയിൽ കേക്ക് തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവൾ സന്തോഷത്തോടെ ആര് മറന്നാലും എന്റെ കുഞ്ഞിന് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടെന്നും പറഞ്ഞ് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നതും അവൻ വളരെ ദേഷ്യത്തോടെ അമ്മയെ തള്ളി താഴേക്കിട്ടു. ദയവ് ചെയ്ത് നിങ്ങളെന്റെ കേക്ക് തൊട്ട് അത് പൊട്ടിക്കല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് എന്റെ ആന്റിക്ക് ഉണ്ടാക്കുന്ന കേക്കാണിതെന്ന് പറയും. അതായത് നേരത്തെ ലിയാങ്ങിന്റെ കൂടെ കാറിൽ കണ്ട പെണ്ണുണ്ടല്ലോ, അതാണ് ഇവന്റെ ആന്റി വെൻവെൻ. ഇത് കേട്ട് ഇവളാകെ ഷോക്കാകും. നിന്റെ ആന്റിക്കാണ് നീ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം ഡോങ് അതെ ഒന്ന് പോയി തരുമോ, എന്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അവൾ സങ്കടപ്പെട്ട് എണീക്കുമ്പോഴാണ് അങ്ങോട്ട് ലിയാങ് വരുന്നത്. ഇവനെ കണ്ടപാടെ കുട്ടി അച്ചാന്നും പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടും. ഇവളും സന്തോഷത്തോടെ ലിയാങ്ങിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇന്ന് ഈവനിങ്ങിനെ നിങ്ങൾക്ക് എന്ത് സ്പെഷ്യലാ ഉണ്ടാക്കേണ്ടെന്ന് ചോദിക്കും. അന്നേരം അവൻ കൈ തട്ടി മാറ്റിയിട്ട് അതിന് നിന്നോട് ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞോ, ഇന്ന് ഞാനും വെനും പുറത്തു നിന്നാണ് കഴിക്കുന്നത്. അന്നേരം ജൂലി പറയും അല്ല, ഇന്ന് നമ്മുടെ 10ാമത്തെ കല്യാണ വാർഷികമല്ലേ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാനും വരാൻ നിങ്ങളുടെ കൂടെ, ഞാനൊന്ന് ഡ്രസ്സ് ചെയ്തോട്ടെ എന്ന് പറയും. ഉടനെ ലിയാങ് പറയും നീ വരണ്ട, ഞാനും വെനും നാളെ ഒരു ട്രിപ്പ് പോകുകയാണ്, നീ വീട്ടിലിരുന്നിട്ട് എന്റെ ലഗേജ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്യണമെന്ന് പറയും. ശേഷം അങ്ങോട്ട് അവരുടെ സെർവന്റ് വന്നിട്ട് ജൂലിയോട് മേഡം അദ്ദേഹം ബാലിയിലേക്ക് 3 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഫോണിൽ പറയുന്നത് കേട്ടിരുന്നു. അദ്ദേഹം നിങ്ങളെയും കൊണ്ടുപോകുന്നുണ്ട് നിങ്ങളുടെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് കേട്ട് ഇവളൊന്ന് ഹാപ്പിയാകും. അപ്പോൾ ലിയാങ് എന്നെ സർപ്രൈസ് ആക്കിയതാണല്ലേ എന്നും പറഞ്ഞ് സൺഗ്ലാസും സൺസ്ക്രീനും ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകും. അങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അകത്ത് ലിയാങ്ങും വെനും കുഞ്ഞും കൂടെ അവനുണ്ടാക്കിയ കേക്കും മുറിക്കുന്നത് കാണും. ഇത് കണ്ട് ജൂലിക്കാകെ സങ്കടമാകും. കൂടാതെ ലിയാങ്ങും അവളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് അവളുടെ തലയിൽ ഒരു കിരീടം വെച്ചു കൊടുക്കും. എന്നിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യും. ഇത് കണ്ടു നിൽക്കാനുള്ള ത്രാണിയൊന്നും ജൂലിക്കുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഈ കുഞ്ഞ് അവരോട് അമ്മയെ കൂട്ടുന്നുണ്ടോ, ദയവ് ചെയ്ത് എന്റെ അമ്മയെ കൂടെ വരാൻ അനുവദിക്കരുത്, എന്റെ അമ്മ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം വെൻവെൻ ചുമ്മാ ഒരു സിമ്പതിക്കും വേണ്ടി ജൂലിയെ നോക്കിക്കൊണ്ട് മോനെ നീ അങ്ങനെയൊന്നും പറയരുത്, അത് നിന്റെ അമ്മയാണ്. അന്നേരം ഈ പയ്യൻ എന്റെ അമ്മ ഒരു ഓൾഡ് ഫാഷനാണ്, അമ്മയെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. ഇതെല്ലാം കേട്ട് ജൂലി ഗ്ലാസിനുള്ളിലൂടെ അവരെ നോക്കി സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടി കരയും. കാരണം ഇതൊന്നും ഏതൊരു അമ്മക്കും താങ്ങുന്ന കാര്യമല്ല. മാത്രവുമല്ല ആ പയ്യൻ എനിക്ക് അമ്മയെക്കാളും ഇഷ്ടം ആന്റിയെയാണ്, ആന്റി വളരെ നല്ലൊരു സ്പോർട്ട് മാസ്റ്ററും കൂടെയാണ് എന്നൊക്കെ പറയും. ഉടനെ ലിയാങ് അവനോട് ഡോങ് ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്, അവളെ കുറിച്ച് ഇവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നും പറഞ്ഞ് കാൻഡിൽസ് ഒക്കെ ഊതി 3 ആളും അവളുടെ ബർത്ത്ഡേ അതിഗംഭീരമായി ആഘോഷിക്കും. ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ജൂലി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. 10 വർഷമായി ജൂലിയുടെ ആഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി അതിൽ നിന്നെല്ലാം ഉണരാൻ സമയമായി. 10 വർഷം മുന്നേ ലിയാങ്ങിന്റെ അച്ഛനും അമ്മയും ജൂലിയെ കാണുന്ന സമയത്ത് എന്ത് ഭംഗിയുള്ള മരുമകളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ഇതുപോലൊരു മരുമകളെ കിട്ടിയതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണെന്നൊക്കെ കുശലം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ലിയാങ് അങ്ങോട്ട് കടന്നു വരുന്നതും ജൂലിയെ ആദ്യമായിട്ട് കാണുന്നതും. അവനെ കണ്ടതും ഉടനെ അവന്റെ അമ്മ ലിയാങ് ഇങ്ങോട്ട് വാ, ഇത് എന്റെ ഫ്രണ്ടിന്റെ മകളാണെന്നും പറഞ്ഞ് അവളെ പരിചയപ്പെടുത്തു കൊടുത്തു. കൂടാതെ ഇവളെ ഞാൻ നമ്മുടെ ഫാമിലിയിലേക്ക് എന്റെ മരുമകളായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവനോട് പറയുകയും കൂടാതെ നാളെ നിങ്ങൾ രണ്ടുപേരും പോയി മാരേജ് രജിസ്റ്റർ ചെയ്യണം എന്നും പറഞ്ഞ് അവരെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചു. എന്നാൽ അവരെയൊക്കെ നെട്ടിച്ചുകൊണ്ട് ഉച്ചത്തോടെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞ് ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് അച്ഛൻ എഴുന്നേറ്റ് നിന്നിട്ട് നീ മിണ്ടരുത്, ഇത്രയും നല്ലൊരു ആലോചന വന്നിട്ടും നീ എന്തിനാ നോ പറയുന്നേ, ജോലിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു, ഇതുപോലൊരു ഫാമിലിയിൽ നിന്നും നല്ലൊരു ബന്ധം കിട്ടുക എന്നത് വളരെ നല്ല കാര്യമാണ്, ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം നിനക്ക് അനുസരിക്കുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടാളും മാരേജ് രജിസ്റ്റർ ചെയ്ത് വരുന്ന രംഗമാണ്. അന്നേരം ജൂലി ചോദിക്കും ലിയാങ് എപ്പോഴാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്, എന്റെ ഫ്രണ്ടിന് നിന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതും ഉടനെ അവളുടെ കയ്യിലെ രജിസ്റ്റർ കാർഡ് തട്ടിക്കൊണ്ട് എന്ത് കല്യാണം, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല, ഇതെല്ലാം വെറും ഒരു നാടകം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ഇവളാണെങ്കിലോ നീ എന്നിലേക്കാകാൻ ഞാൻ എന്ത് കാര്യവും ചെയ്യും, ഒരു ദിവസം നീ എന്നെ സ്നേഹിക്കും, അതിനുവേണ്ടി ഞാൻ എന്ത് കാര്യവും ചെയ്യും എന്നൊക്കെ മനസ്സിൽ പറയുന്നത് ഈ ഒരു 10 വർഷത്തിന് ശേഷം അവൾ ഇപ്പോൾ സങ്കടത്തോടെ ഓർക്കാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ജൂലി ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. അവൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ലിയാങ് അവന്റെ മനസ്സിൽ ഒരു സ്ഥാനം പോലും അവൾക്ക് കൊടുത്തിട്ടില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് ഇവൾ ഇവിടെ സങ്കടപ്പെട്ട് കരയുമ്പോൾ മറുവശത്ത് അവർ 3 പേരും സന്തോഷത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കാണ്. അന്നേരം ഈ പയ്യൻ അച്ഛനോട് ചോദിക്കുന്നുണ്ട്
അച്ഛനക്ക് അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ കഴിയുമോ? എനിക്ക് ആന്റിയെ മതി അമ്മയായിട്ട്. ഇല്ല മോനെ, ഞാൻ എത്ര ശ്രമിച്ചാലും അവൾ എന്നെ വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ കൊണ്ട് അവളെ ഇവിടുന്ന് ആട്ടി ഓടിക്കാനും സാധിക്കില്ല. ഓ അമ്മ എന്തൊരു ദുഷ്ടയാ എന്ന് പറയുന്നതെല്ലാം കേട്ട് ഇവൾ നെഞ്ച് തകർന്നിരിക്കുകയാണ്. ഇത്രേക്കാലം ജൂലി അധിക പറ്റായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവളുടെ മകനും ഭർത്താവും അവൾക്കെതിരെയാണ്. പിന്നീട് കാണിക്കുന്നത് ജൂലിയുടെ കയ്യിൽ ഒരു ലെറ്ററാണ്. അത് ഡിവോഴ്സ് ആവശ്യപ്പെട്ട് കൊണ്ടിട്ടുള്ള ഒരു ലെറ്ററാണ്. അന്നേരം അങ്ങോട്ട് ലിയാങ്ങും കൂടെ കുഞ്ഞും വരും. എന്നിട്ട് അവൻ അവളോട് ഞാൻ നിന്നോട് പറയാൻ വിട്ടതായിരുന്നു, ഡോങ്ങിന്റെ ലഗേജും കൂടെ പാക്ക് ചെയ്യണമായിരുന്നു. അന്നേരം അവൾ പറയും എനിക്ക് അതിനുള്ള സമയം ഒന്നുമില്ല, എനിക്ക് എന്റെ ലഗേജ് തന്നെ ഒരുപാടുണ്ട്, അതൊന്ന് പാക്ക് ചെയ്യാനുമുണ്ടെന്നൊക്കെ പറയും. അന്നേരം ലിയാങ് ഒരു ചമ്മലോട് കൂടി അവളോട് ഞങ്ങൾ ഈ ട്രിപ്പിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഉടൻ തന്നെ അവൾ അങ്ങോട്ട് അതിനാരോ ഇപ്പൊ നിങ്ങളുടെ കൂടെ വരുന്നേ? ഞാൻ നിങ്ങളുടെ കൂടെയല്ല വരുന്നത്, ഞാനിവിടുന്ന് എന്നൊക്കുമായി പോവുകയാണ്, അതും ഒരു ബിസിനസ് യാത്രയാണെന്നൊക്കെ പറയും. ഇത് കേട്ട് പയ്യനും ലിയാങ്ങും ചിരിക്കും. ഇപ്പോഴെങ്കിലും അമ്മക്കൊരു ബുദ്ധി വെച്ചല്ലോ എന്ന് ആലോചിച്ച് ശേഷം ജൂലി കയ്യിലെ വെഡിങ് റിംഗ് ഊരിയിട്ട് ആ ഡിവോഴ്സ് ലെറ്ററിൽ ഇട്ടിട്ട് അവൻക്ക് നേരെ നീട്ടും. എന്നിട്ട് ഇതിനുള്ളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫയലാണ്, വായിച്ചിട്ട് എന്തായാലും ഒന്ന് തീരുമാനിക്കുക ലിയാങ്ങിനോട് പറയും. എന്നാൽ ലിയാങ് അതൊന്നും മെയിൻറ്റ് പോലും ചെയ്യാതെ വാങ്ങി ബാഗിലിടും. പിന്നീട് ഡോങ്ങിന്റെ കയ്യും പിടിച്ച് അവിടുന്ന് പോകും. എന്നിട്ട് ജൂലിയും അവളുടെ ലഗേജ് എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങും. അങ്ങനെ ലിയാങ്ങും കുഞ്ഞും കാറിൽ കയറാൻ നിൽക്കുമ്പോൾ അവളെ കാണും. അന്നേരം ഈ കുഞ്ഞ് അമ്മ ഞങ്ങളുടെ കാറിൽ കയറണ്ട, അതിൽ ആന്റി കയറിയിട്ടുണ്ട്, അമ്മയെ കാണുന്നത് ആന്റിക്ക് ഇഷ്ടമല്ല, അച്ഛനെ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാൻ സമയവുമില്ല എന്ന് പറയും. അന്നേരം ലിയാങ് ജൂലിയോട് നീ ഒരു ടാക്സി വിളിച്ചിട്ട് പോയിക്കോന്നും പറയും. അങ്ങനെ അവർ രണ്ടു കൂട്ടരും രണ്ടു ഭാഗത്തേക്കായിട്ട് പോകും. ഇനി ഒരിക്കലും ജൂലി ലിയാങ്ങിന്റെ ജീവിതത്തിലേക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരില്ല എന്ന ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് അവൾ യാത്ര പോകുന്നത്. അങ്ങനെ ലിയാങ് കാറിൽ കയറിയതിനു ശേഷം ആ ലെറ്റർ കവർ തുറന്ന് ലെറ്റർ എടുക്കാൻ നിൽക്കവേ ബെൻ മനസ്സിലാകും സംഭവം ഇത് ഡിവോഴ്സ് ലെറ്റർ ആണെന്ന്. എന്നിട്ട് അവൾ അത് അവന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് ഇത് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് തുറന്നു നോക്കാം, ഇത് ഇപ്പോ എന്റെ കയ്യിൽ സൂക്ഷിച്ചോളാമെന്നും പറയും. അങ്ങനെ അവർ മൂന്നുപേരും സന്തോഷത്തോടെ പോകുന്നത് ജൂലി ഇവിടെ റോഡിൽ നിന്നുകൊണ്ട് കാണുകയാണ്. എന്നിട്ട് അവൾ തന്നെ അവളോട് എന്നെ സ്നേഹിക്കാത്ത ഒരാളെ ഓർത്ത് എന്തിനു ഞാൻ സങ്കടപ്പെടണം, ഇനി മുതൽ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് അവൾ പോകും. പിന്നീട് കാണിക്കുന്നത് അവൾ ഓഫീസിൽ പോയിട്ട് ജോബ് റിസൈൻ ചെയ്യുന്നതിനുള്ള ലെറ്റർ കൊടുക്കുന്ന രംഗമാണ്. ഇത് കണ്ടിട്ട് ആ ലേഡി മിസ്സസ് നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെന്ന് ചോദിക്കും. അന്നേരം ജൂലി ഇനി നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത്, ബിക്കോസ് ഞാനിപ്പോൾ അയാളുടെ ഭാര്യയല്ല. ഇതുപോലെ 10 വർഷം മുന്നേ ജൂലി അവളുടെ ഡ്രീമായ സ്പോർട്സ് ഗെയിമിംഗ് ജോബ് ലിയാങ്ങിനും വേണ്ടി റിസൈൻ ചെയ്തതാണ്. അന്ന് ജൂലി പ്രഗ്നന്റ് ആയിരുന്നു. പെട്ടെന്നാണ് ലിയാങ് ഓഫീസിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ അവളുടെ ചെവിയിൽ നിന്നും അതൊക്കെ എടുത്തു മാറ്റിയിട്ട് ജൂലി നീ ഓൾറെഡി പ്രഗ്നന്റ് ആണ്, നീ എന്തിനാ ഇവിടെ ഇരുന്നിട്ട് ഈ ഗെയിമൊക്കെ കളിക്കുന്നത്, നിനക്കറിയില്ല ഈ മൊബൈലിന്റെ റേഡിയേഷൻ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല എന്നൊക്കെ, നീ ഇത് റിസൈൻ ചെയ്തിട്ട് എന്റെ കൂടെ വീട്ടിലോട്ട് വാ എന്നൊക്കെ പറയും. അന്നേരം ജൂലി ബട്ട് ലിയാങ് എനിക്ക് ഈ ജോബ് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ലിയാങ് അവളോട് അപ്പോൾ നീ ഒരു സെൽഫിഷ് ആണ്, നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തും. അന്നേരം അവിടെ ജോലി ചെയ്തിരുന്ന ഈ ബെൻ ലിയാങ്ങിന്റെ അടുത്തേക്ക് വന്നിട്ട് കാല് സ്ലിപ്പായ പോലെ അഭിനയിച്ച് വീയാൻ നിൽക്കവെ കൃത്യസമയത്ത് തന്നെ അവൾ വിചാരിച്ചതുപോലെ ലിയാങ് അവളെ പിടിക്കും. അന്നേരം അവളെ നിങ്ങളാണ് ജൂലിയുടെ ഭർത്താവ്, നിങ്ങൾ എന്നാ ഒരു ഗ്ലാമറ എന്നൊക്കെ പറഞ്ഞ് അവന്റെ അടുത്ത് സോറി പറയും. അന്നേരം വീണ്ടും അവൾ വീയാൻ നിൽക്കവെ ലിയാങ് അവളെ കയ്യിൽ വാരി കോരി എടുത്തിട്ട് ജൂലി ഞാൻ ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ, നീ ഒരു ടാക്സി വിളിച്ചിട്ട് വീട്ടിലോട്ട് പോയിക്കോന്ന് പറയും. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ജൂലി അന്ന് തുടങ്ങിയതെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നും പറഞ്ഞ് അവിടുന്ന് തിരിഞ്ഞ് പോകാൻ നിൽക്കവെ ജൂലി ഒരുത്തന്റെ ദേഹത്തേക്ക് വീഴും. നോക്കുമ്പോൾ അവർ മുന്നേ പരിചയമുള്ളവരായിരുന്നു. അവളെ കണ്ടപാടെ ജൂലി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. പിന്നീട് അവർ രണ്ടാളും ഒരു കഫേയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അവൾ ടീ കുടിക്കും നേരം ഈ കൊളീഗ് അവളുടെ കൈ ശ്രദ്ധിക്കും. അതിൽ അവളുടെ വെഡിങ് റിംഗ് കാണുന്നുണ്ടായിരുന്നില്ല. ഇത് കണ്ട് ഇവൻ ഇവളോട് ജൂലി നിനക്ക് എന്തു പറ്റി, എങ്ങനെയുണ്ട് നിന്റെ ലൈഫൊക്കെ, 10 വർഷം കടന്നുപോയി നിന്നെ കണ്ടിട്ട് എന്നൊക്കെ പറയും. അന്നേരം അവളെ ഞാൻ ലിയാങ്ങുമായി ഡിവോഴ്സിനുള്ള പ്ലാനിലാണെന്ന് അവനോട് പറയും. ഇത് കേട്ട് ഇവനും ആകെ ഒന്ന് ഷോക്കാകും. ശേഷം അവളെ എനിക്ക് എന്റെ പഴയ ലൈഫ് തിരികെ വേണം, ഇത്രേ കാലം ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം. അന്നേരം ജിയാങ് പറയും ഞാൻ സ്വന്തമായി ഒരു ഗെയിം കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്, നീ അതിൽ ജോയിൻ ചെയ്യണം, നിന്റെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് ഫുൾഫിൽ ചെയ്യണമെന്ന് പറയും. ഞാൻ 10 വർഷമായി ഈ സ്പോർട്സിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് ഇനി എനിക്ക് പഴയതുപോലെ എല്ലാം ചെയ്യാൻ കഴിയുമോ എന്ന് ജൂലി ജിയാങ്ങിനോട് ചോദിക്കും. ജൂലി നീ തിരിച്ചു വരണം, എന്നാൽ ഗെയിം മാസ്റ്ററിനെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല, നീ ഒരു ഇതിഹാസിക വ്യക്തിയാണ്, എത്ര ആളുകളാണ് നിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നത് എന്ന് നിനക്കറിയുമോ, ജൂലി നീ തിരിച്ചുവാ, നീ നിന്റെ പഴയ പേര് തിരിച്ചെടുക്കുക, നീ നിന്റെ ടീമിനെ റീബിൽഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ജിയാങ് അവൾ
അവൾക്ക് പോസിറ്റീവ് എനർജി കൊടുക്കും. പെട്ടെന്ന് അവളെ എണീറ്റിട്ട് ഓക്കെ ഞാൻ തയ്യാറാണെന്ന് പറയും. ഇത് കേട്ട് ജിയാങ്ങും വളരെ ഹാപ്പി ആകും. എന്നിട്ട് ഞങ്ങളുടെ ഗെയിം മാസ്റ്റർ വീണ്ടും തിരികെ വന്നു എന്ന് പറഞ്ഞ് ജിയാങ് അവളെ ഹഗ് ചെയ്യും. അങ്ങനെ അവിടെ ജൂലി തിരിച്ചു വരുന്നതിന്റെ ചെറിയ ആഘോഷമൊക്കെ ഉണ്ടാകും. അന്നേരം അങ്ങോട്ട് എതിരെ മത്സരിക്കാൻ വരുന്നത് ലിയാങ്ങിന്റെ കമ്പനിയാണ്. ലിയാങ്ങും ഫാമിലിയും വരുന്നത് കണ്ടിട്ട് കാണികളൊക്കെ ഇതാണ് ലിയാങ്ങിന്റെ വൈഫ് എന്ന് വിചാരിച്ചിട്ട് വൗ മിസ്സിസ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് എന്നൊക്കെ പറയും. ഇത് കണ്ട് ജൂലിക്ക് ആകെ വിഷമമാകും. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ടും ലിയാങ് ഇതാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആരുടെ മുന്നിലും ജൂലിയെ കാണിച്ചിട്ടില്ല. കുറച്ചു വർഷം മുന്നേ ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ വെച്ച് ജൂലി ലിയാങ്ങിന്റെ കൈപ്പിടിക്കാൻ നിൽക്കവേ ഈ ബെൻ അങ്ങോട്ട് വന്നിട്ട് നീ കുട്ടികളെയൊക്കെ മര്യാദക്ക് നോക്ക്, ലിയാങ്ങിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞിട്ട് ജൂലിയെ അവോയ്ഡ് ചെയ്തു. ലിയാങ്ങും ഒരക്ഷരം പോലും അന്നേരം മിണ്ടിയില്ല. കൂടാതെ ബെൻ അവളെ പിഗ് ഡ്രസ് ഇട്ട് വന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കി വിട്ടു. ഇപ്പോൾ ജൂലിക്ക് മനസ്സിലായി അവളുടെ ഐഡന്റിറ്റി പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ ലിയാങ് ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്തായാലും ഈ ഒരു കാര്യം അവൾക്ക് വളരെ ഉപകാരപ്രദമായി മാറി. ഇവിടെ ലിയാങ് കുഞ്ഞിനെ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കാണ്. അപ്പോഴാണ് ബെൻവെനിന് ആ ഡിവോഴ്സ് ലെറ്ററിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അവൾ വേഗം ആ കവർ തുറന്ന് അതിൽ നിന്ന് ഒരു മോതിരവും കൂടെ ഒരു നോട്ടീസും കണ്ടു. ശേഷം നോട്ടീസ് എടുത്തിട്ട് സന്തോഷത്തോടെ വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ വെഡിങ് റിംഗ് എടുത്തിട്ട് വേസ്റ്റ് ബിന്നിലിട്ടു. ശേഷം ആ ലെറ്ററുമായി ലിയാങ്ങിന്റെ അടുത്തോട്ട് പോയിട്ട് ഇത് ജിയാങ് ഗ്രൂപ്പുമായിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്, അതിൽ നിന്റെ സിഗ്നേച്ചർ ആവശ്യമാണെന്നും പറയും. ഉടനെ അവൻ പേന എടുത്തിട്ട് അത് വായിക്കാൻ നിൽക്കവേ ബെൻ അതിനൊന്നും സമ്മതിക്കാതെ ഇവിടെയാണ് സൈൻ ചെയ്യേണ്ടതെന്നും പറയും. കൂടെ ഡോങ്ങും വേഗം ഒപ്പിടച്ച എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്നും പറയും. അങ്ങനെ അവൻ അവളുടെ വാക്കും കേട്ട് അതിൽ ഒപ്പിടും. അങ്ങനെ അവർ 3 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ജൂലി കടന്നു വരും. അവളെ കണ്ട് ലിയാങ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. എന്നിട്ട് അവൻക്ക് നേരെ റെസിഗ്നേഷൻ ലെറ്റർ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ സൈൻ ചെയ്യാനും പറയും. അന്നേരം ബെൻ അവളെ കളിയാക്കിക്കൊണ്ട് അല്ലേലും നിന്നെ കൊണ്ട് ഈ ജോലിക്കൊന്നും പറ്റില്ല, നിനക്ക് ഏറ്റവും ബെറ്റർ ഹൗസ് വർക്ക് ആണെന്നും പറയും. കൂടെ ഡോങ്ങും അമ്മയ്ക്ക് ഏറ്റവും നല്ലത് വീടാ, ഇവിടെ അച്ഛനെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്നും പറയും. അങ്ങനെ അവൻ ആ പേപ്പർ ഒപ്പിടാൻ വേണ്ടി അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങുമ്പോഴാണ് അവളുടെ വിരലിൽ ആ വെഡിങ് റിംഗ് കാണാത്ത കാര്യം അവൻ ശ്രദ്ധിക്കുന്നത്. ലിയാങ് അവളോട് ജൂലി എവിടെ നിന്റെ വെഡിങ് റിംഗ് എന്ന് ചോദിക്കും. അന്നേരം ഈ ബെൻ അത് ചിലപ്പോൾ അവൾ ഇന്നിടാൻ മറന്നതാകും. എന്നിട്ട് ലിയാങ് നീ വേഗം അതിൽ സൈൻ ചെയ്യുന്നു പറയും. ശേഷം ബെൻ അവൾക്ക് ഇന്ന നിന്റെ മറ്റേ കോൺട്രാക്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് കൺഗ്രാറ്റ്സും പറഞ്ഞ് ആ ഡിവോഴ്സ് ലെറ്ററും കൊടുക്കും. അതിൽ ഇവന്റെ സൈൻ കണ്ട് ഇവൾ ആകെ സങ്കടമാകും. അങ്ങനെ അവൾ ഇവിടുന്ന് ദേഷ്യത്തോടെ അതും വാങ്ങി പോകുമ്പോൾ പിറകെ ഈ പയ്യനും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പിറകെ പോകും. എന്നിട്ട് ജൂലി അവനോട് മോനെ നീ ഞാനില്ലാതെ എങ്ങനെയാണ് ഇന്നലെയും ഇന്നൊക്കെ കഴിഞ്ഞുകൂടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ സന്തോഷത്തോടെ എനിക്ക് എന്റെ ആന്റി ഉണ്ടായിരുന്നു എല്ലാത്തിനും എന്ന് പറയും. ശേഷം അവൾ അവളുടെ ഫോൺ എടുത്തിട്ട് ലിയാങ്ങിന് മെസ്സേജ് അയക്കും. ആ ഡിവോഴ്സ് അഗ്രിമെന്റിൽ സൈൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. ഞാൻ ഡോങ്ങിനെ വിട്ട് മാറി നിൽക്കാണ്, ഇനി മുതൽ നീ അവനെ നന്നായി കെയർ ചെയ്യണം, ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നല്ലതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ഇനിയൊരിക്കലും നമ്മൾ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്നും മെസ്സേജ് അയച്ച് അവൾ അവിടെ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോരും. ഇതെല്ലാം വായിച്ചിട്ട് ലിയാങ് ആകെ ഷോക്കാകും. ഇവൾക്കെന്താ വട്ടാണോ, ഡിവോഴ്സ് അഗ്രിമെന്റോ, അതെങ്ങനെ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടുന്ന് എണീക്കവേ ബെൻ അവന്റെ കൈ പിടിച്ചിട്ട് ഹേ ലിയാങ് നമുക്ക് നീ പറഞ്ഞ ആ മറ്റേ റെസ്റ്റോറന്റിലേക്ക് പോകാം എന്ന് പറഞ്ഞതും അവൻ അവളുടെ കൈ തള്ളി മാറ്റിയിട്ട് ജൂലിയെ തിരിഞ്ഞ് പുറത്തേക്ക് ഓടും. ജൂലി അവനെ കണ്ടെങ്കിലും മെയിൻറ്റ് ചെയ്യാതെ ഡ്രൈവറോട് വണ്ടി എടുക്കെന്ന് പറയും. ശേഷം ലിയാങ് നിനക്ക് എന്ത് പറ്റിയെന്നറിയില്ല ജൂലി, നീ എവിടം വരെ പോയാലും എന്നെയും നമ്മുടെ മോൻ ഡോങ്ങിനെയും വിട്ടു നിൽക്കാൻ നിനക്ക് കഴിയില്ല, നീ ഞങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ എന്തായാലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലിയാങ് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഡോങ്ങിന് നന്നായി വിശക്കാൻ തുടങ്ങി. ലിയാങ് ടേബിളിലേക്ക് നോക്കുമ്പോൾ ഒരു വസ്തു പോലും കാണുന്നില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയും പോലെ അവിടെ മൊത്തം ഒരു ശൂന്യത ലിയാങ്ങിന് അനുഭവപ്പെട്ടു. ഇവിടെ ഡോങ് ലിയാങ്ങിനോട് അച്ഛ മമ്മിയെ വിളിച്ചിട്ട് വല്ലതും ഉണ്ടാക്കി തരാൻ പറ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ലിയാങ് ഫോൺ എടുത്തിട്ട് ജൂലിക്ക് വിളിക്കും. എന്നിട്ട് നീ എന്താ ഇത്ര നേരമായിട്ടും തിരികെ വരാത്തത്, ഡോങ്ങിനെ നന്നായി വിശക്കുന്നുണ്ട്, വേഗം വീട്ടിലേക്ക് വാ, അവന് വല്ലതും ഉണ്ടാക്കി കൊടുക്കെന്ന് പറയും. അന്നേരം ജൂലി അതിന് ഞാൻ അവിടുന്ന് പോന്നതല്ലേ, ഇനി എന്തിനാണ് തിരിച്ചു വരുന്നത്, ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കുന്നു പറയും. ഉടനെ ലിയാങ് നിന്റെ തീരുമാനം അതാണെങ്കിൽ ഓക്കെ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഫോൺ ടേബിളിലേക്ക് എറിയും. പക്ഷെ ആ കോൾ കട്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ട് ഡോങ്ങിന് വളരെ സന്തോഷമാകും. അച്ഛ അമ്മ ഇനി തിരികെ വരില്ലേ, പകരം നമുക്ക് ബെൻവെൻ ആന്റിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് വളരെ സന്തോഷത്തോടെ പറയും. ഇതെല്ലാം ജൂലി ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ആ പയ്യൻ അച്ഛനോട് എനിക്കൊരു കുഞ്ഞനെത്തിയെ കൂടി വേണമെന്നും പറയും. അന്നേരം ലിയാങ് അവനോട് ഡോങ് ആന്റിയെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം, ബട്ട് ആ വീട്ടിൽ നമുക്ക് നിന്റെ അമ്മയെയാണ് ആവശ്യം, കാരണം ആന്റി ഹൗസ് വർക്ക് ഒന്നും ചെയ്യില്ല, അവളുടെ കൈകൾ കോമ്പറ്റീഷന് അത്യാവശ്യമാണ്. ഇതെല്ലാം കേട്ട് ജൂലി ഞാനും ഒരു വേൾഡ് ബെസ്റ്റ് സ്പോർട്സ് പ്ലെയർ ആയിരുന്നു, അതും 10 വർഷം മുന്നേ, പിന്നീട് നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനത് ഉപേക്ഷിച്ചെന്ന് അവൾ സങ്കടത്തോടെ ഓർക്കും. കൂടാതെ ബെൻവെൻ വെയ്യാതെ കിടന്നപ്പോഴും ലിയാങ് അവളെ ഭയങ്കരമായി കെയർ ചെയ്തിരുന്നു. അന്ന്
ജൂലി വെൻവെനിനെ കുടിക്കാനായിട്ട് മെഡിസിനുമായി വന്നപ്പോൾ വെൻവെൻ അത് വാങ്ങിയതും അവളുടെ കൈ ചെറുതായെന്ന് പൊള്ളി. അത് ലിയാങ്ങിന് തീരെ സഹിച്ചില്ല. എന്താ ജൂലി നീ ഈ ചെയ്തേ? നിനക്കറിയില്ലേ വെൻവെനിന്റെ കൈകൾ അത്രക്കും പ്രീഷ്യസ് ആണെന്ന് പറഞ്ഞ് ലിയാങ് ജൂലിയെ വഴക്ക് പറഞ്ഞ് അവളെ താഴേക്ക് തള്ളിയിട്ടു. ആ വീഴ്ചയിൽ കയ്യിലുണ്ടായിരുന്ന ബോൾ പൊട്ടി ജൂലിയുടെ കയ്യിൽ മുറിവായി. എന്നാൽ ലിയാങ് അതൊന്നും മെയിൻറ്റാക്കാതെ വെൻവെനിന്റെ കൈകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ജൂലി പാസ്റ്റ് ഈസ് ഓവർ, ഇനി മുതൽ ഞാൻ എന്റെ ഡ്രീം കണ്ടിന്യൂ ചെയ്യുന്നു എന്നും പറഞ്ഞ് ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ വെൻവെനും ലിയാങ്ങും ഡോങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ജൂലിയുടെ അടിപൊളി വരവ് കണ്ട് ഇവരെല്ലാം ഒന്ന് അന്തം വിടും. അന്നേരം ലിയാങ്, എനിക്കറിയാമായിരുന്നു ജൂലി നീ ഞങ്ങളെ തിരിഞ്ഞ് ഇവിടെ വരുമെന്ന്. ഇല്ല, ഞാൻ നിങ്ങളെയും മകനെയും കാണാൻ വന്നതല്ല എന്ന് ജൂലി പറയും. അന്നേരം വെൻവെൻ, അതിന് നീ ഗെയിമുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? നീ ഇവിടെ വന്നത് നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയും. ഇവരെല്ലാം ഈ ഇൻഡസ്ട്രിയിലെ ടോപ്പ് പ്ലേയേഴ്സ് ആണ്. നീ എന്തിനെ ഇവിടെ നിൽക്കുന്നത്? നാണം കെടാതെ പോകാൻ നോക്കിയെന്ന് ലിയാങ്ങും ജൂലിയോട് പറയും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾക്ക് ഫ്രഷ് മീറ്റ് സൂപ്പ് ഉണ്ടാക്കി വെക്കാനും പറയും. അന്നേരം ജൂലി പറയും, ഇന്ന് എന്റെയും ജിയാങ്ങിന്റെയും ഡേ ആണ്. ഉടനെ മറ്റൊരു പ്ലെയർ വന്നിട്ട് ജൂലിയെ കാണിച്ചിട്ട് ദിസ് ഈസ് മിസ്സസ് ജിയാങ് എന്ന് പറയും. അന്നേരം ലിയാങ്, അതെങ്ങനെ ശരിയാകും? ഇവള് ഡോങ്ങിന്റെ അമ്മയാണ്. വെൻവെനിനെ കാണിച്ചിട്ട് ഇത് അവന്റെ ആന്റിയുമാണെന്ന് പറയും. അന്നേരം ജൂലി, അതെ, അതെല്ലാം കുറച്ച് മുന്നേ വരെ. ഇപ്പോ ഞാനല്ല നിന്റെ അമ്മ, നിന്റെ അമ്മയാവാൻ പോകുന്നത് ഈ ആന്റിയാണെന്നൊക്കെ ഉറക്കെ പറയും. അന്നേരം അങ്ങോട്ട് ജിയാങ് കടന്നു വരും. ജിയാങ് ഒരു വലിയ ഗെയിം ഇൻവെസ്റ്റ് കമ്പനിയുടെ മുതലാളിയാണ്. ഞങ്ങളുടെ ടീമിലേക്ക് ഞാൻ പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ടെന്ന് ജിയാങ് പറയും. ഇത് കേട്ട് വെൻവെൻ വേഗം ജിയാങ്ങിന്റെ അടുത്തേക്ക് പോയിട്ട് പരിചയപ്പെടും. കാരണം ജിയാങ് ഒരു ഫേമസ് ആയിട്ടുള്ള പ്ലെയർ ആണ്. മാത്രവുമല്ല വെൻവെൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന അവളുടെ ഒരു ഫേവർ പേഴ്സണും കൂടിയായിരുന്നു ഇവൻ. അങ്ങനെ വെൻവെൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ജൂലി ഇതൊന്നും പോസിബിൾ അല്ല എന്ന് പറയും. അന്നേരം വെൻവെൻ, അതിന് നീ എന്തിനാ ഇതിൽ തലയിടുന്നേ? നീ ഒരു ഹൗസ് വൈഫ് മാത്രമാണ്, നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു കഴിവുമില്ല. നീ മിണ്ടാതിരിക്കുന്നത് നല്ലതെന്ന് പറയും. മാത്രവുമല്ല നീ ഇതിനൊക്കെ ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിക്കും. അന്നേരം ജിയാങ്, അതെ ജൂലി തീർച്ചയായും ക്വാളിഫൈഡ് ആണ്, ഈ ടീമിലെ ഒരു മെമ്പറും കൂടെയാണെന്ന് പറയും. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ ലിയാങ്ങും വെൻവെനും വാ പൊളിച്ചു നിൽക്കും. അന്നേരം ഈ പയ്യൻ, അങ്കിൾ നിങ്ങൾ എന്ത് തമാശയാണ് ഈ പറയുന്നത്? എന്റെ അമ്മയ്ക്ക് ആകെ വെജിറ്റബിൾ കട്ട് ചെയ്യാനും അത് കഴുകാനും കുക്ക് ചെയ്യാനും മാത്രമേ അറിയൂ, ഇതിലൊന്നും യാതൊരു കഴിവുമില്ല എന്ന് പറയും. ഇത് കേട്ട് ജൂലി, അതെ അതെല്ലാം ഡിവോഴ്സ് എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടുന്നത് വരെ മാത്രമായിരുന്നു എന്നും പറയും. അന്നേരം വെൻവെൻ, ജൂലി എനിക്കും ലിയാങ്ങിനും നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇത് മീൻ പാചകം ചെയ്യുന്ന പോലെയല്ല, വെള്ളം തിളപ്പിക്കുന്ന പോലെയും അല്ല. നീ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നീ ഇതിൽ ജോയിൻ ചെയ്താൽ ഷോക്ക് തന്നെ അത് അഫക്ട് ചെയ്യുമെന്നൊക്കെ വെൻവെൻ പറയും. അന്നേരം ലിയാങ്, ജൂലി കല്യാണത്തിന് മുന്നേ മറ്റൊരു ബന്ധം സ്ഥാപിച്ചവള എന്നൊക്കെ പറഞ്ഞതും വെൻവെൻ വേഗം ആ ടോപ്പിക് മാറ്റും. ബിക്കോസ് അതെല്ലാം വെൻവെനിന്റെ കളികളായിരുന്നു. ഇതെല്ലാം കേട്ട് ജൂലി, എനിക്കറിയാം ആരാ ചതിച്ചതെന്ന്, നിങ്ങളെക്കാളും എത്രയോ നല്ലതാണ് ഞാൻ എന്നും പറയും. അങ്ങനെ ജിയാങ് വന്നിട്ട്, മതി നിർത്ത്, ഇന്ന് ജൂലിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് പ്രൊപ്പോസ് ചെയ്യാൻ നിൽക്കവേ ലിയാങ്, ജൂലി നീ ഓൾറെഡി മാരീഡ് ആണെന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കരുത്. ഇത് കേട്ട് ജൂലി, അതിന് നമ്മൾ ഡിവോഴ്സ് ആയില്ലേ, അതുകൊണ്ട് ജിയാങ്ങിന്റെ പ്രൊപ്പോസൽ എനിക്ക് എന്തുകൊണ്ടും അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ വിരൽ കാണിച്ചു കൊടുക്കും. ഇനി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറയും. പാവം ലിയാങ്, അങ്ങനെ ഒരു ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യം പോലും അവനക്കറിയില്ല. അങ്ങനെ ലിയാങ് ജൂലിയോടെ, ഞാൻ വെൻവെനിന്റെ കളികൾ ഒരുപാട് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്, നിന്റെ കാര്യത്തിൽ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നും പറയും. എന്നാൽ ജൂലി, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, ഒരിക്കൽ പോലും നിങ്ങൾ എന്നെ ആ ഫാമിലിയിലെ ഒരു മെമ്പറായിട്ട് പോലും കണ്ടിട്ടില്ല. ഉടൻ തന്നെ വെൻവെൻ, വേണ്ട വെറുതെ ചൂടാക്കണ്ട, ഞാൻ എന്താണെന്നും എന്റെ സ്ട്രെങ്ത് എന്താണെന്നും ഞാൻ പ്രൂവ് ചെയ്യും. എന്നിട്ട് ജൂലിയോട്, നീ എന്നോടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് മനസ്സിലാക്കിക്കോ, പിന്നെ പബ്ലിക്കിന് മുന്നിൽ ഞാൻ നിന്നെ നാണം കൊടുത്തിയെന്നൊന്നും പറഞ്ഞു കരുതെന്നും പറയും. അങ്ങനെ ജിയാങ് കഴിയടിച്ചിട്ട് വെൽക്കം ചെയ്ത് എല്ലാവരോടും പെട്ടെന്ന് പ്രിപ്പയർ ആവാൻ പറയും. അങ്ങനെ ഇവർ രണ്ടും തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കാൻ പോകുകയാണ്. ഇവിടെ ഈ പയ്യൻ കൊമൺ ആന്റി എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ഗെയിം തുടങ്ങി. ആദ്യത്തെ ഹാഫിൽ വെൻവെൻ എല്ലാവരെയും കിൽ ചെയ്ത് വിജയിക്കുന്നുണ്ട്. ഇത് കണ്ട് ഡോങ്, ആന്റി ഈസ് റിയൽ ഹീറോ, മോമി ഷെയിംലെസ് എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവർ, 10 വർഷം വരെ അടുക്കളപ്പണി എടുത്തവളാണ് ഇപ്പൊ ഇവിടെ കളിക്കാൻ പോകുന്നത്, ഒരാളെ പോലും ഇവൾ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കും. കൂടെ ലിയാങ്, ജൂലി നീ കളി കഴിയുന്നതിന് മുമ്പേ വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കും. ഉടനെ ജിയാങ്, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കാമോ, കളി ഇവിടെ അവസാനിച്ചിട്ടൊന്നുമില്ല, നിങ്ങളുടെ വായ മൂടിയാൽ മതി, കണ്ടസ്റ്റൻസിന് ഇതൊക്കെ ഡിസ്റ്റർബൻസ് ആണെന്നൊക്കെ പറയും. ഇവിടെ വെൻവെൻ വളരെ സന്തോഷത്തോടെ, എനിക്ക് കളിച്ചില്ലേലും കുഴപ്പമില്ല, ഞാനാണിപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് ജൂലിയെ കളിയാക്കി നോക്കവേ ജൂലി ഓരോ ഹീറോസിനെയും നൈസായിട്ട് നിർത്താതെ കൊല്ലാൻ തുടങ്ങി. ജിയാങ്ങും വളരെ ആവേശഭരിതനായി. ഇത് കണ്ട് ജൂലിയുടെ മകൻ, വാ മൈ മദർ ഇസ് ഹീറോ എന്നൊക്കെ പറയുന്നുണ്ട്. ലിയാങ്ങും വാ പൊളിച്ച് കണ്ടോണ്ടിരിക്കണേ. എന്നാലും ഡോഗിന് ഇച്ചിരി സങ്കടമുണ്ട്. സാരമില്ല ആന്റി, ഇനിയും 6 ഹെഡും കൂടെ ഉണ്ട്, വിഷമിക്കണ്ട എന്നൊക്കെ പറയും. എന്നാൽ ആ 6 ഹെഡും ജൂലി തകർത്തു പൊളിക്കും. ഗെയിം അവസാനിച്ചു. വെൻവെൻ ആകെ നാണം കെട്ട അവസ്ഥയാണ്. ജൂലി വളരെ
അഹങ്കാരത്തോടെ എണീറ്റിട്ട് എന്റെ 10 വർഷത്തെ ഫീലിംഗ് ആണ് ഇന്നത്തെ എന്റെ വിജയമെന്ന് പറയും. അന്നേരം ഡോങ് ലിയാങ്ങിനോട് അച്ഛ അമ്മ എന്തൊരു പവർഫുൾ ആണ്, കൂടെ ജിയാങ്ങും വന്നിട്ട് എനിക്കറിയാമായിരുന്നു ജൂലി നിന്നെ കൊണ്ട് സാധിക്കുമെന്ന്. എന്നാൽ ഡോങ് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മ എന്തൊരു ഓൾഡാണ്, അമ്മ ആന്റിയുമായിട്ട് കമ്പയർ ചെയ്യല്ലേ, അമ്മ വേഗം വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് വല്ലതും ഉണ്ടാക്കി വെക്കെന്ന് പറയും. എന്നാൽ അതൊന്നും മെയിൻറ്റ് ചെയ്യാതെ ഗെയിമിൽ വിൻ ചെയ്തതിന്റെ ആഘോഷത്തിൽ എല്ലാവരും അവളെ പ്രശംസിക്കും. കൂടാതെ ജൂലി എന്റെ വിജയത്തിന്റെ പിന്നിൽ ജിയാങ് ആണെന്നും പറയും. ഇതൊന്നും സഹിക്കാനാവാതെ ലിയാങ് ജൂലിയുടെ കയ്യിൽ പിടിച്ചിട്ട് നീ എന്തൊക്കെയാ ഈ വിളമ്പുന്നത്, ജൂലി നീ നിന്റെ ഐഡന്റിറ്റി ഒരിക്കലും മറക്കരുത്, നീ ഓൾറെഡി മാരീഡ് ആണ്, ഈ സിറ്റുവേഷനിൽ നീ എന്നെ ഫ്ലേർട്ട് ചെയ്യാണ്, നീ വേഗം എന്റെ കൂടെ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയും. ഉടനെ അവൾ മൊബൈലിൽ അവൻ ഒപ്പിട്ട ഡിവോഴ്സ് ലെറ്റർ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് കണ്ട് അവൻ ആകെ ഷോക്കാകും. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞതല്ലേ നമ്മൾ മ്യൂച്വലി ഡിവോഴ്സ് ആണെന്ന്, എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിനക്ക് യാതൊരു അർഹതയുമില്ലെന്നും പറയും. അന്നേരം ലിയാങ് മുമ്പ് ജൂലി ഈ ലെറ്റർ അവനക്ക് കൊടുത്തതും അത് തുറക്കാൻ നേരം വെൻവെൻ വാങ്ങിവെച്ചതും പിന്നീട് കാര്യമെന്തെന്നറിയാതെ വെൻവെൻ ഒപ്പിടിച്ചതും അവൻ ഓർക്കും. എന്നിട്ട് വെൻവെനിനോട് വളരെ ദേഷ്യത്തിൽ അത് ഡിവോഴ്സ് എഗ്രിമെന്റ് ആണെന്ന് നീ എന്താ എന്നോട് പറയാതിരുന്നേ എന്ന് ചോദിക്കും. എന്നാൽ അതൊന്നും ആരും മെയിൻറ്റ് ചെയ്യാതെ ജൂലി വിൻ ചെയ്തത് ആഘോഷിക്കാൻ തുടങ്ങും. അന്നേരം ഡോങ് അച്ഛ അമ്മയോട് ഒന്ന് നിർത്താൻ പറയോ, ഇന്ന് രാത്രി എനിക്ക് അമ്മയുണ്ടാക്കിയ ഫുഡ് മതിയെന്നും പറയും. അങ്ങനെ ജിയാങ്ങും ജൂലിയും രണ്ടാളും കയ്യും പിടിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവാണ്. അന്നേരം ലിയാങ് ഓടിപ്പോയിട്ട് ജൂലി നീ എന്റെ കൂടെ വീട്ടിലോട്ട് വാ, ഡോങ്ങിന് നീ ഉണ്ടാക്കിയ ഫുഡ് മതി എന്നാണ് അവൻ പറയുന്നത് എന്ന് പറയും. അന്നേരം ജൂലി വി ആർ ഡിവോഴ്സ്ഡ്, മാത്രവുമല്ല ഞാൻ നിങ്ങളുടെ ബേബി സിറ്റർ അല്ല എന്നും പറയും. എന്നിട്ട് അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെ രംഗമാണ്. ഇവിടെ വെൻവെന് ഡോങ്ങിനെ പിസ്സ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കാണ്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ലിയാങ്ങിനും കൊടുക്കും. അന്നേരം ലിയാങ് വളരെ ദേഷ്യത്തിൽ നീ എന്താ എന്നോട് ആ എഗ്രിമെന്റിന്റെ കാര്യം പറയാതിരുന്നേ, നീ എന്നെ വേറെന്തോ കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അതിൽ ഒപ്പിട്ടെ, നീ എന്തിനാ എന്നിൽ നിന്നും അത് മറച്ചു വെച്ചേ എന്നൊക്കെ അവളോട് ചോദിക്കും. അന്നേരം അവള് അവന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, എനിക്ക് നിന്നെ സ്വന്തമായിട്ട് വേണം എന്നും പറയും. അന്നേരം ഡോങ് അച്ഛൻ ഇതിനെ ആന്റിയെ കരയിപ്പിക്കുന്നത്, ആന്റിയെ കല്യാണം കഴിച്ചൂടെ, അമ്മ എന്തായാലും ഡിവോഴ്സ് ചെയ്തോണ്ട് ഇനി എന്തായാലും കല്യാണം കഴിച്ചൂടെ എന്ന് ചോദിക്കും. എന്നാൽ ലിയാങ് അവിടുന്ന് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകും. ഇവിടെ വെൻവെന്നെ ലിയാങ്ങിന് ജൂലിയോടെ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പ്ലാൻ ഇടും. ഇവിടെ ജൂലിയും ജിയാങ്ങും ഒരു കച്ചറ പെറുക്കാൻ വന്ന ചെക്കനെ കണ്ടതും അവനൊരു ഓർഫനാണെന്ന് അറിയുകയും അവനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അവൻക്ക് കഴിക്കാൻ ഫുഡും കൊടുക്കാൻ ഡ്രസ്സൊക്കെ കൊടുക്കും. എന്നാൽ അങ്ങോട്ട് വന്ന ഡോങ് ഇതെല്ലാം കണ്ടിട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവന് ഫുഡെല്ലാം തട്ടിത്തെറിപ്പിച്ച് താഴേക്കിടും. ഡോങ് കരയുന്നത് കണ്ട് ലിയാങ് അങ്ങോട്ട് വന്നിട്ട് ജൂലിയോട് മക്കളെ മര്യാദക്ക് വളർത്തണമെന്ന് പറഞ്ഞിട്ട് അവളെ ചീത്ത പറയും. അന്നേരം ജിയാങ് ലിയാങ്ങിനോട് നിങ്ങൾ മിണ്ടരുത്, ഡോങ് അത്ര നല്ല കുട്ടിയൊന്നുമല്ല, ജൂലി ആ കാര്യത്തിൽ ഭയങ്കര ഫീലിംഗ് ആണ്, ഇവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് കുറച്ച് ഡേയ്സും ആയിട്ടുള്ളൂ, ഇവൻ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും പറയും. അന്നേരം ലിയാങ് എത്രയായാലും ഡോങ് നിന്റെ കുട്ടിയല്ലേ എന്ന് ജൂലിയോട് ചോദിക്കും. അന്നേരം ജൂലി അതിന് അവൻക്ക് ഇഷ്ടം വെൻവെനെയാണെന്നും പറയും. കൂടാതെ ഈ കുഞ്ഞിനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാണെന്നും പറയും. ഇത് കേട്ട് ഡോങ് കരയാൻ തുടങ്ങും. മറ്റു കുട്ടി വളരെ സന്തോഷത്തിലുമായിരിക്കും. അന്നേരം വെൻവെൻ ലിയാങ്ങിനോട് അവൾ എന്തായാലും ഡിവോഴ്സ്, നീ എന്നെ കല്യാണം കഴിക്കെന്ന് പറയും. ഉടനെ ലിയാങ് ഞാൻ അവളെ ഒഴിവാക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല, നീയാണ് എന്നെ പറ്റിച്ചുകൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിച്ചത്, അവൾ ഇതെല്ലാം മറന്ന് എന്റെ അടുത്തേക്ക് വരാണ്, ഞാൻ വീണ്ടും അവളെ കല്യാണം കഴിക്കുമെന്ന് ലിയാങ് പറയും. കൂടാതെ ഇനി ഒരിക്കലും നീ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഡിസ്റ്റർബൻസ് ആയി വരരുതെന്ന് വെൻവെനോട് പറയും. ഇവിടെ കോമ്പറ്റീഷനിൽ വിജയിച്ചതിന്റെ ആഘോഷത്തിൽ ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ജൂലിയും ജിയാങ്ങും ആഘോഷിക്കവേ അവരുടെ ടീമിലൊരുത്തൻ തല കറങ്ങി വീഴും. കൂടാതെ ജൂലിയും ബാക്കിയുണ്ടായിരുന്നവരൊക്കെ തല ചുറ്റി മഴങ്ങി വീഴും. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വെൻവെൻ തൊട്ടടുത്ത് തന്നെ മാസ്കും ധരിച്ച് നിൽപ്പുണ്ടായിരുന്നു. സംഭവം ഇവരെല്ലാം കുടിച്ച ഡ്രിങ്കിൽ വെൻവെൻ ജൂലിയെ ഇല്ലാതാക്കാൻ വേണ്ടി പോയിസൺ കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളൊരു കത്തിയുമായി ചെന്ന് ജൂലിയുടെ കഴുത്തിന് പിടിച്ചിട്ട് ഇപ്പൊ നീ എല്ലാവരുടെ മുമ്പിലും നീ നല്ല ആളായി, ഞാനൊരു ചീത്ത കുട്ടിയും, എല്ലാവരുടെയും മുമ്പിൽ നീ എന്നെ നാണം കെടുത്തി തോൽപ്പിച്ചിട്ട് നീ അങ്ങ് ജയിച്ചു വലിയ ആളായി, ഇത്രയും വർഷം വരെ ഗെയിം പ്ലെയറായി തീർന്നതിൽ ഞാൻ വളരെ അഭിമാനിച്ചിരുന്നു, എന്നാൽ 10 വർഷം വരെ ഹൗസ് വൈഫായ നീ അതൊരു നിമിഷം കൊണ്ട് തെറ്റിച്ചു, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷെ ലിയാങ്ങിന് നീ ഒരു അവസരം കൊടുത്താൽ അവൻ നിന്നെ വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് ഇനി നീ മരിച്ചാൽ മാത്രം അവനും ഗെയിമും എനിക്ക് സ്വന്തമാകൂ എന്നും പറഞ്ഞുകൊണ്ട് വെൻവെൻ വളരെ ദേഷ്യത്തോടെ ജൂലിയുടെ കഴുത്തിൽ കത്തിവെക്കുന്നു. തൊട്ടടുത്ത് നിന്ന് ജിയാങ്ങും വളരെ അസ്വസ്ഥനായി എണീക്കാൻ വയ്യാതെ അവളോട് വളരെ ദേഷ്യത്തിൽ ജൂലി ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഇത് വെൻവെന്നിന് വളരെ ഭയങ്കര ദേഷ്യം പിടിച്ചു. ആഹാ നീ എന്തൊരു ഭാഗ്യവതിയ, എല്ലാവർക്കും നിന്നെ മതി എന്നും പറഞ്ഞ് ജൂലി കുത്താൻ നിൽക്കവേ കൃത്യസമയത്ത് ലിയാങ് വന്ന്
അവളുടെ കയ്യിൽ കയറി പിടിക്കും. ആ പിടുത്തത്തിൽ ലിയാങ്ങിന്റെ വയറിനായിരിക്കും കുത്തേൽക്കുന്നത്. ഉടനെ ജിയാങ് ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യും. അന്നേരം വെൻവെൻ ആകെ പേടിച്ചിട്ട് നിന്റെ ഫോൾട്ടാണ് ഇതെല്ലാം, നീ ജൂലിയെ രക്ഷിക്കാൻ സ്വയം കുത്തേറ്റതാണ്, നീയാണ് കത്തി വാങ്ങിയത് എന്നൊക്കെ പറയും. ഉടനെ പോലീസ് വന്ന് അവളെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകും. ആ വേദനയിലും ലിയാങ് ജൂലിയുടെ അടുത്ത് പോയിട്ട് സോറി, എല്ലാത്തിനും മാപ്പാക്കണം, നീ എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എയർപോർട്ടിലെ രംഗമാണ്. ജൂലിയും ജിയാങ്ങും വിദേശത്തേക്ക് പോകുകയാണ്. ലിയാങ്ങും കുഞ്ഞും അടുത്തേക്ക് വരുന്നുണ്ട്. ഡോങ് അവനുണ്ടാക്കിയ കേക്കുമായി അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് അമ്മ ഇത് അമ്മ വിജയിച്ചതിൽ സന്തോഷത്തോടെ ഞാൻ ഉണ്ടാക്കിയ കേക്കാണെന്ന് പറഞ്ഞ് ജൂലിക്ക് കൊടുക്കും. അമ്മ ഇനി മുതൽ ഞാൻ അമ്മയെ എന്നും ടിവിയിലൂടെ കാണുമെന്നും പറയും. ജൂലിയും അത് സന്തോഷത്തോടെ വാങ്ങുന്നു. അങ്ങനെ അവർ മൂന്നാളും അവരുടെ യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുകയാണ്. ലിയാങ് ഏറെ വിഷമത്തോടെയാണ് ജൂലി പോകുന്നത് കാണുന്നത്. ഡോങ്ങിന് അമ്മ ഫേമസ് ആയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഡോങ് ടിവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛ ഇങ്ങോട്ടൊന്ന് ഓടി വന്നേന്ന് പറയും. നോക്കുമ്പോൾ ജൂലി നെക്സ്റ്റ് ചാമ്പ്യൻ ആയിരിക്കുകയാണ്. മീഡിയാസ് അവരോട് നിങ്ങളുടെ മാരേജ് എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം വഴിയെ അറിയിക്കാമെന്ന് അവർ മറുപടിയും കൊടുത്തു. ഈ ഒരു രംഗം അവരെ വളരെ വിഷമിപ്പിച്ചിരുന്നു. ഡോങ് അവസാനമായി അച്ഛ അമ്മ ഇനി തിരിച്ചു വരില്ല എന്നും ചോദിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. ഉള്ളതിന്റെ വില അറിയണമെങ്കിൽ നഷ്ടപ്പെടണം. കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മറ്റൊരു നല്ല മൂവിയുമായിട്ട് ഞാൻ വരുന്നതാണ്. ബൈ.